ടോപ്പ് ഫ്ലൈ ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IPL തുടങ്ങുന്നതിന് മുൻപേ തന്നെ ആരാധകരുടെ രോഷം ഏറ്റുവാങ്ങിയ ക്യാപ്റ്റനാണ് ഹാർദിക് പാണ്ഡ്യ. രോഹിത് ശർമ്മയെ മാറ്റി മുംബൈ ഇന്ത്യൻസ് പുതിയ ക്യാപ്റ്റനെ പരീക്ഷിച്ചത് തന്നെ അബദ്ധമായ അവസ്ഥയിലാണിപ്പോൾ. ഗ്രൗണ്ടിന് വെളിയിൽ പോലും താരത്തെ ആരാധകർ വെറുതെ വിടുന്നില്ല. പിന്നാലെ ആദ്യ മാച്ചിൽ താരം എടുത്ത തീരുമാനങ്ങളെല്ലാം പിഴച്ചു. കൂടാതെ പഴയ ക്യാപ്റ്റനെ പല തീരുമാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയതുമെല്ലാം ആരാധകരുടെ രോഷം ഇരട്ടിയാക്കി. ആദ്യ മത്സരത്തിൽ തോൽവിയായിരുന്നു ഫലം. ഇതിനെ വിമർശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ പേസർ കമന്റേറ്ററുമായ ഇർഫാൻ പത്താൻ. ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് വിട്ട് മുംബൈ ഇന്ത്യൻസിൽ ചെന്ന് തിരികെ മത്സരത്തിനായി അഹമ്മദാബാദിലെത്തിയ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കൂവലുകളുടെ ബഹളമായിരുന്നു. ടോസിനായി ഇറങ്ങിയത് മുതൽ മത്സരത്തിലുടനീളം താരം കൂവലുകൾ ഏറ്റുവാങ്ങി. കളിയിലുടനീളം രോഹിത് ശർമ്മയ്ക്ക് വേണ്ടി ആരാധകർ ആർത്തു വിളിച്ചു. ഹാർദിക് പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻസിയിൽ പിഴവുകളും സംഭവിച്ചു. ഇതിനെ വിമർശിച്ചിരിക്കുകയാണ് ഇർഫാൻ പത്താൻ. ഓപ്പണിംഗ് സ്പെല്ലിൽ സാധാരണ ജസ്പ്രീത് ബുംറയെ ആണ് കൊണ്ടുവരാറ്. പതിവിന് വിപരീതമായി ആദ്യ ഓവർ ഹാർദിക് പാണ്ഡ്യ സ്വന്തമായി തന്നെ കാര്യം നിർവഹിച്ചു. രണ്ടാം ഓവർ ലൂക്ക് വുഡും എറിഞ്ഞു. 4ാം ഓവറിലാണ് ജസ്പ്രീത് ബുംറയെ കൊണ്ടുവന്നത്. താരം മികച്ച ബോളിംഗ് നടത്തി 14 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റും നേടി. സ്വന്തമായി ആദ്യ ഓവർ എറിഞ്ഞ ക്യാപ്റ്റൻ കണക്കിന് തല്ല് വാങ്ങിയെങ്കിലും വിക്കറ്റൊന്നും നേടിയതുമില്ല. ബാറ്റിംഗിൽ ഹാർദിക് പാണ്ഡ്യ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു എന്നാണ് താരം പറയുന്നത്. താനായിരുന്നെങ്കിൽ സ്പിന്നർമാർക്കെതിരെ ഓവർസീസ് ബാറ്ററേക്കാൾ ഇന്ത്യൻ താരത്തെ കളിപ്പിക്കാനാണ് താല്പര്യപ്പെടുക എന്നും പത്താൻ ട്വിറ്ററിൽ കുറിച്ചു. മൊത്തത്തിൽ ടീമിൽ ഒരു ഒത്തൊരുമ ഉള്ളതായി ഗ്രൗണ്ടിൽ കാണുന്നുണ്ടായിരുന്നില്ല. പല മുംബൈ ഇന്ത്യൻസ് ആരാധകരിലും കളി ജയിക്കണമെന്ന് ആഗ്രഹിച്ചവർ കുറവാണ്. ആദ്യ കളി തോറ്റു തുടങ്ങാറ് പതിവുള്ളതിനാൽ ഇതത്ര കാര്യമാക്കാനില്ല എന്നാണ് വെപ്പ്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.